ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ആസ് യൂഷ്വൽ ഇന്ന് നമ്മളെ പരിപാടി ചെറിയൊരു ഫുഡ് വ്ളോഗാണ്. നൈറ്റ് നല്ല മൂവിയെല്ലാം കണ്ട് കഴിഞ്ഞ് വന്നപ്പോൾ നല്ല വിശപ്പ്. അപ്പോൾ പിന്നെ ലേറ്റ് നൈറ്റ് നല്ല ഷെയ്ക്കും പിന്നെ ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ട് തപ്പി ഇറങ്ങിയതാണ്. അങ്ങനെയാണ് ഈ സ്പോട്ടിലേക്ക് എത്തിയത്. കഴക്കൂട്ടം ടെക്നോ പാർക്ക് ഫേസ് 3 അടുത്ത് ഇപ്പോൾ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് നമ്മളെ ബാംഗ്ലൂർ ജ്യൂസി ആൻഡ് ഫുഡ്സ്. ഇവിടെ ഔട്ട്ലെറ്റ് സ്റ്റാർട്ടായിട്ട് കുറേ ആയി ഒന്ന് വിസിറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അപ്പം പിന്നെ വേറെ ഒന്നും ആലോചിച്ചില്ല, നേരെ ഈ സ്പോട്ടിലേക്ക് വന്ന്. പിന്നെ മൂവി കണ്ടെന്ന് പറഞ്ഞല്ലോ, അത് നമ്മളെ ഉണ്ണിമുഖത്തിൻ്റെ മാർക്കുമാണ് കണ്ടത്. പടം നല്ല അടിപൊളി മൂവി തന്നെയാണ്, പക്ഷേ വയലൻസ് ഒരു രക്ഷയില്ല. അപ്പോൾ വയലൻസ് കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ എന്തായാലും മസ്റ്റ് വാച്ച് മൂവി തന്നെയാണ്. പിന്നെ ഈ കാണുന്നതാണ് ഇവരുടെ ഈ ഔട്ട്ലെറ്റ്. അറ്റ് എ ടൈം അത്യാവശ്യം ഒരു 40+ മെമ്പേഴ്സിന് ഇരിക്കാൻ പറ്റിയ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ആ ഔട്ട്ലെറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഫുൾ ക്ലീൻ ആൻഡ് ടൈഡി ആണ്. പിന്നെ റെസ്റ്റോറൻറ്റിൻ്റെ തീമും കാര്യങ്ങളൊക്കെ വരുന്നത് റെഡ് ആൻഡ് വൈറ്റ് ആണ്. ഒബ്വിയസ്ലി അവരുടെ ബാക്കി ഔട്ട്ലെറ്റിലൊക്കെ കണ്ടുവരുന്ന പോലെ തന്നെയാണ്. എന്നാൽ പിന്നെ നമുക്ക് അവരുടെ മെനു കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഈ കാണുന്ന പോലെ തന്നെ ഫ്രഷ് ജ്യൂസ് ഐറ്റംസ് ഉണ്ട്, ലസ്സി ഉണ്ട്, കുലുക്കി സർബത്ത് ഉണ്ട്, മിൽക്ക് ഷേക്ക് ഓപ്ഷൻസ് ഉണ്ട്. ഇനി അതല്ല, സ്പെഷ്യൽ ഐറ്റംസ് നോക്കുകയാണെങ്കിൽ ടെൻഡർ കോക്കനട്ട് സ്പെഷ്യൽസ് ഉണ്ട്, മൽബ ഉണ്ട്, സൺഡേസ് ഉണ്ട്, ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്. ഇനി അതല്ല കഴിക്കാനാണെങ്കിൽ അതിനും കുറേ ഓപ്ഷൻസ് ഉണ്ട്. സാൻഡ്വിച്ച് ഉണ്ട്, കൊൽക്കത്ത റോളുണ്ട്. ഇനി അതല്ല വേറെ ഓപ്ഷൻസ് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവരുടെ സ്ട്രോബെറി ഫെസ്റ്റ് നടക്കുന്നുണ്ട്. സ്ട്രോബെറി ഫലൂദ, മൊയ്ത്തോ, ന്യൂട്ടല്ല, സ്ട്രോബെറി പൂരി, പിന്നെ സ്ട്രോബെറി ലസ്സി, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നിങ്ങൾ സ്ട്രോബെറി ലവേഴ്സ് ആണെങ്കിൽ സ്ട്രോബെറി വെച്ചിട്ട് ഒരുപാട് ഐറ്റംസ് അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ എന്തായാലും 2-3 ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി വന്നിട്ട് നമുക്ക് നോക്കാം. അങ്ങനെ ഒരു 5 മിനിറ്റ് വെയിറ്റിങ്ങിന് ശേഷം നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റംസ് ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റംസ് ഏതെല്ലാന്ന് വെച്ചാൽ ഇത് ടെൻഡർ മൽബ, പിന്നെ ഒരു സ്ട്രോബെറി ഷെയ്ക്ക്, പിന്നെ കഴിക്കാനായിട്ട് ഒരു ചിക്കൻ സാൻഡ്വിച്ചും അതേപോലെ ഒരു കൊൽക്കത്ത റോളും നമ്മൾ ഓർഡർ ചെയ്ത്. ഇനി നമുക്ക് ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് കോക്കനട്ട് മൽബ എന്ന് തുടങ്ങാം. അപ്പോൾ ഇതാണ് നമ്മളെ കോക്കനട്ട് മൽബ. പ്രസൻറ്റേഷൻ വൈസ് നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയാണ്. ഇനി അത് കഴിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ട് അവസ്ഥ എന്ന് പറയാം. അപ്പോൾ ടെൻഡർ മൽബ ഓർഡർ ചെയ്തത് ഫറുവാണ്. അപ്പോൾ അവൾ കുടിച്ചു നോക്കുന്നുണ്ട്. അപ്പോൾ കുടിച്ചിട്ട് അതെങ്ങനെയുണ്ട്, ടേസ്റ്റ് ഉണ്ടോ എന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. അതിന് 120 റുപ്പീസാണ് മൽബ റേറ്റ് വരുന്നത്. അപ്പോൾ ആ ഒരു റേറ്റിന് വർത്താണോ നമുക്ക് നോക്കാം. ഇപ്പോൾ അത്യാവശ്യം മോശമില്ലാത്ത നല്ലൊരു ഷെയ്ക്കാണെന്നാണ് അവളുടെ ഒപ്പീനിയൻ. ഇനി നമുക്ക് സ്ട്രോബെറി ഷെയ്ക്ക് എങ്ങനെ ഉണ്ട് നോക്കാം. അപ്പോൾ അത് ഞാൻ ഓർഡർ ചെയ്തത്. ഷെയ്ക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓക്കെയാണ്, കുഴപ്പമില്ല. സ്ട്രോബെറിയുടെ ഫ്ലേവർ നന്നായിട്ട് കിട്ടുന്നില്ല, ബട്ട് അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ ടെൻഡർ മൽബയും സ്ട്രോബെറി ഷെയ്ക്കും നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കി. രണ്ടും ഓക്കെ. നമുക്കൊരു മോശം പറയാനില്ല, കുഴപ്പമില്ല. ഇനി നമുക്ക് ഇതൊന്ന് കഴിച്ച് നോക്കാം. നമുക്ക് കൊൽക്കത്ത റോളൊന്ന് നോക്കി നോക്കാം. നമ്മൾ ഓർഡർ ചെയ്തത് ചിക്കനാണ്. റോളിനെ പറ്റി പറയുകയാണെങ്കിൽ അടിപൊളി റോളാണ്, എൻ്റെ ഒരു ഒപ്പീനിയനാണ്. അവൾക്കും നല്ലോണം ഇഷ്ടപ്പെട്ടു. കാരണം ആ ഒരു പൊറോട്ടൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഓംലേറ്റിൻ്റെ ഒരു ലെയർ വരുന്നുണ്ട്, പിന്നെ ചിക്കൻ്റെ ഫില്ലിങ്ങുമാണ്. പിന്നെ ചൂടോടെ കിട്ടിയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി ഇതിൻ്റെ പ്രൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 90 റുപ്പീസാണ് ഒരു റോളിന് വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ വെച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ടും ദ ബെസ്റ്റ് റോൾ എന്ന് തന്നെ പറയാം. നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ എന്തായാലും ഇവിടെ വന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതുവരെ കഴിച്ചിട്ടില്ലെങ്കിൽ. പിന്നെ ഈ റോളും അതിൻ്റെ ഒപ്പം ഷെയ്ക്കും നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ. ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് നമുക്ക് നമ്മളെ ചിക്കൻ സാൻഡ്വിച്ചും കൂടി എങ്ങനെയുണ്ടെന്ന് ട്രൈ ചെയ്ത് നോക്കാം. സാൻഡ്വിച്ച് നോർമലി ലെവൽ തന്നെ 3 ലെയർ ബ്രെഡിൽ ഫില്ലിങ്സ് എല്ലാം വെച്ചിട്ടുള്ള സാൻഡ്വിച്ചാണ്. ഫില്ലിങ്സ് ഒന്നും നല്ല ഹെവി അല്ല, അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. അപ്പോൾ ഫറും അത് തന്നെയാണ് പറഞ്ഞത്, നല്ല അടിപൊളി സാൻഡ്വിച്ചാണ്. പ്രത്യേകിച്ച് വാല്യൂ ഫോർ മണിയാണ്. ഇതിന് വരുന്ന റേറ്റ് 100 റുപ്പീസാണ്. ഇനി ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. നല്ല വിശപ്പോട് വരികയാണെങ്കിൽ ഒരു സാൻഡ്വിച്ച് വാങ്ങി കഴിച്ചാൽ പിന്നെ വേറൊന്നും വേണ്ട ആവശ്യമില്ല. ഒരു സാൻഡ്വിച്ചും ഒരു ഷെയ്ക്കും. അപ്പോൾ ഇതും ഇവിടുത്തെ ഒരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ്. സോ ഓവറോൾ പറയുകയാണെങ്കിൽ ഷെയ്ക്ക് ഐറ്റംസും അടിപൊളിയാണ്. ഇപ്പോൾ ഇവിടെ എന്തെങ്കിലും കഴിക്കാനാണെങ്കിൽ, ഇപ്പോൾ സാൻഡ്വിച്ച് ആണെങ്കിലും റോളാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് കുറ്റം പറയാനായിട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതിൽ കഴിച്ചതിൽ ഏതാണ് ബെസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ റോളും നമ്മൾ സാൻഡ്വിച്ചും കമ്പയർ ചെയ്യുകയാണെങ്കിൽ, നമ്മളിപ്പോൾ 2 പേരായിട്ടൊക്കെ വരികയാണെങ്കിൽ ഒരു ചിക്കൻ സാൻഡ്വിച്ച് വാങ്ങുന്നതായിരിക്കും ബെറ്റർ. കാരണം ഒരു 100 റുപ്പീസിന് 2 പേര് വയറും നിറയും. ഇപ്പോൾ സിംഗിളായിട്ട് വന്ന് കഴിക്കുകയാണെങ്കിൽ റോളായിരിക്കും ബെസ്റ്റ്. അപ്പോൾ നമ്മളെ പ്രൈസ് വരുന്നത്
400 റുപ്പീസാണ്. 120 മാൽബ, 90 സ്ട്രോബെറി ഷേക്ക്, 100 സാൻഡ്വിച്ച്, പിന്നെ ചിക്കൻ റോളും 90. അപ്പോൾ കുഴപ്പമില്ല, നല്ല ഫുഡ് തന്നെയായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സുമായിട്ടൊക്കെ പുറത്തെവിടെയും പോയിട്ട് ഫുഡ് കഴിക്കാനൊക്കെ പ്ലാൻ ഉണ്ടെങ്കിൽ എന്തായാലും പറ്റിയൊരു നല്ലൊരു സ്പോട്ട് തന്നെയാണ്. അപ്പോൾ ഇവിടെ എന്തായാലും വിസിറ്റ് ചെയ്തിട്ടില്ല, എന്തായാലും ഒരു 1 ടൈമെങ്കിൽ ഒന്ന് വിസിറ്റ് ചെയ്യുക. ഫുഡും അടിപൊളിയാണ്, അതുപോലെ അവരുടെ സർവീസും കസ്റ്റമേഴ്സിനോട് സ്റ്റാഫിൻ്റെ ബിഹേവിയറും അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ ബാംഗ്ലൂർ ജ്യൂസ് വരുന്ന കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ സർവീസ് റോഡിൽ ടെക്നോ പാർക്ക് ഫേസ് 3 എത്തുന്നതിന് തൊട്ട് മുമ്പ് ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ എന്തായാലും വിസിറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വ്ളോഗിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.